രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കപ്പ് ചായ അത് നിർബന്ധമാണ്. അത് കുടിച്ചില്ലെങ്കിൽ ഉന്മേഷം വരില്ല എന്നൊക്കെ പറയുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകളും. നല്ല കടുപ്പത്തിലും കടുപ്പം കുറച്ചും മീഡിയം സ്ട്രോങ് പാലിനൊപ്പം അങ്ങനെ ചായ ശീലമാക്കിയ പലതരം ആളുകളുണ്ടല്ലേ. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ മായം കലർത്താൻ സാധ്യതയുള്ള ഒന്നാണ് ചായപ്പൊടി. ചായപ്പൊടിയിൽ മായം കലർത്തിയിട്ടുണ്ടോ എന്നറിയാൻ ചില വഴികളുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. തേയില ഫാക്ടറികളിൽ നിന്ന് ഉപേക്ഷിക്കുന്ന വില കുറഞ്ഞ തേയില, ചായക്കടകളിൽ ഉപയോഗിച്ച് കളയുന്ന തേയിലച്ചണ്ടി, ഇതൊക്കെ ചേർത്ത് ആദ്യം ഉണക്കിയെടുക്കും. അതിൽ കൃത്രിമ നിറം ചേർക്കും. ഒപ്പം മണവും രുചിയും വരാൻ കാരമൽ എന്ന രാസവസ്തുവും ചേർക്കും. ഇങ്ങനെയാണ് കടുപ്പമുള്ള ചായപ്പൊടി വ്യാജമായി നിർമ്മിച്ചെടുക്കുന്നത്. ഇനി അതിലെ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സൺസെറ്റ് യെല്ലോ, ടെട്രാസിൻ, കാർമോസിൻ, ബ്രില്യൻ ബ്ലൂ, ഇൻഡിഗോ കാരമൈൻ എന്നീ രാസവസ്തുക്കൾ ചേർത്ത് നിർമ്മിക്കുന്ന ചോക്ലേറ്റ് ബ്രൗൺ എന്ന കൃത്രിമ നിറമാണ് വ്യാജമായി നിർമ്മിക്കുന്ന ചായപ്പൊടിക്ക് നിറം നൽകാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ലിറ്റ്മസ് പേപ്പറിൽ, അത് കടയിലൊക്കെ എളുപ്പം വാങ്ങാൻ കിട്ടും, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് ഒക്കെ, കുറച്ച് ചായപ്പൊടി എടുക്കുക, എന്നിട്ട് അതിലേക്ക് 3-4 തുള്ളി വെള്ളം ഒഴിക്കുക. കുറച്ച് സമയം കാത്തിരുന്ന ശേഷം ചായപ്പൊടി ലിറ്റ്മസ് പേപ്പറിൽ നിന്ന് മാറ്റുക. ചായപ്പൊടിയിൽ മായമൊന്നും കലർന്നിട്ടില്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പറിൽ വളരെ നേരിയ അളവിൽ നിറം പിടിച്ചിട്ടുണ്ടാകും. മായം കലർന്നതാണെങ്കിലോ കറ പോലെ ഇരുണ്ട നിറം പടർന്നിട്ടുണ്ടാകും. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ നേരത്തെ ഈ ഒരു പരിശോധനയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അതായത് നിറം നോക്കി നമുക്ക് കണ്ടെത്താൻ കഴിയും, മായം കണ്ടെത്താൻ കഴിയും. ചായപ്പൊടി അല്പം എടുത്തുകൊണ്ട് നനഞ്ഞ ഒരു വെളുത്ത കടലാസിൽ വിതറിയിടണം. അല്പം കഴിഞ്ഞ് നോക്കിയാൽ കടലാസിൽ മഞ്ഞ, പിങ്ക്, ചുവപ്പ് എന്നീ നിറങ്ങൾ കാണുകയാണെങ്കിൽ ഇത് മായം കലർന്ന ചായപ്പൊടിയാണ് എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കാം. ആ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച ശേഷം അതിൽ തേയിലപ്പൊടി കുറച്ചിടണം. കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ നിറം വെള്ളത്തിന് മുകളിൽ നിൽക്കും. തുടർന്ന് തേയില ഗ്ലാസിന്റെ താഴെ എത്തും. പച്ചവെള്ളത്തിൽ തേയില ചേർക്കുമ്പോൾ നിറം പെട്ടെന്ന് പടരുന്നുണ്ടെങ്കിലും തേയിലയിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ശാസ്ത്രീയ പരിശോധന, നേരത്തെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ശാസ്ത്രീയ പരിശോധനയിൽ പെട്ടതാണ്. ചായപ്പൊടിയിൽ മായമുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള പ്രാഥമിക പരിശോധനകളിലൂടെയാണ് ശാസ്ത്രീയ പരിശോധനയിലേക്ക് നമ്മൾ പോകേണ്ടത്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ ഏത് രാസവസ്തുവാണ്, അത് എത്ര അളവിലാണ് നമ്മൾ വാങ്ങിയ ചായപ്പൊടിയിൽ കലർത്തിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി നമ്മൾ ലബോറട്ടറികളെ തന്നെ ആശ്രയിക്കണം. മായമുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ, പ്രാഥമിക പരിശോധനയിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നമ്പറിൽ വിളിക്കണം. ഇതാണ് നമ്പർ 1805-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചറിയിക്കുക. അല്ല എങ്കിൽ 0471-2322-833 എന്ന ഈ രണ്ടാമത്തെ നമ്പറിലും വിളിച്ചറിയിക്കാം. അപ്പോൾ മായമില്ലാത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അതിനായി നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കേണ്ട നമ്പറൊക്കെ പങ്കുവെച്ചു കഴിഞ്ഞല്ലോ.